ജെസ്റ്റൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പറവൂർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആക്രമണം. കോൺഗ്രസും CPM സംഘടനകളും മാർച്ചും സംഘർഷവും നടത്തി. പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓഫീസ് CPMകാർ ആക്രമിച്ചതിന് പോലീസ് കൂട്ടുനിന്ന് ആരോപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ചേന്നമംഗലം കവലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കച്ചേരി മൈതാനിയുടെ വടക്കേ ഗേറ്റിൽ പോലീസ് തടഞ്ഞു. നിഷ്ക്രിയമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഇത് പ്രിയപ്പെട്ട DYFIയുടെ ഗുണ്ടകളും പോലീസ് ഏമാന്മാരും മനസ്സിലാക്കേണ്ടത് ഇത് കണ്ണൂരിന്റെ ചുവപ്പ് കോട്ടയല്ല, മറിച്ച് ഇത് മൂവർണ്ണം പൊതിഞ്ഞ എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ കൊടിവെച്ച കാറിൽ ബീക്കൺ ലൈറ്റുമായി പോകുന്ന രാജീവിന്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തി രാജീവ് പുറത്തിറങ്ങാൻ പറ്റാത്തവണ്ണം ഇവിടെ മൂടുവാൻ ബന്ദോബസ്തിലാക്കാൻ ഈ പാർട്ടിക്ക് നിമിഷ നേരം മതി എന്നത് പറയാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരാ. ഒരാരോപണം വന്നു, ഉയർന്ന ധാർമ്മിക ബോധം ഉയർത്തിപ്പിടിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു നിലപാടെടുത്തു. ഉയർന്ന ധാർമ്മിക ബോധം ഉയർത്തിപ്പിടിച്ച് ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനം യുവ MLA റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്തു. ഉമാ തോമസ് MLA, മുൻ MP KP ധനപാലൻ, ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ്, മിൽമ മുൻ ചെയർമാൻ MT ജയൻ, ഉല്ലാസ് തോമസ്, കൊച്ചുറാണി തോമസ്, ബാബു പുത്തനങ്ങാടി, രാജു P. നായർ, MA നസീർ, PA സുദർശൻ എന്നിവർ പ്രസംഗിച്ചു. ഈ കാക്കിയൊക്കെ ഊരിക്കളഞ്ഞ് നല്ല അടിയടിക്കാൻ അറിയാൻ പാടില്ല, പക്ഷേ അത് ചെയ്യണ്ട എന്ന് കരുതിയത് അത് ഞങ്ങൾ നീതിബോധമുള്ളത് കൊണ്ടാണ്, തെമ്മാടികളായതുകൊണ്ടല്ല, നീതിബോധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നികുതി പണം വാങ്ങുന്ന, ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ നീതി നിർവഹിക്കണം. ആ ഓഫീസിൽ വന്ന് അക്രമം നടത്തിയ ഏതെങ്കിലും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത, പോലീസിന്റെ മുമ്പിലല്ലേ ഈ തെമ്മാടിത്തരങ്ങൾ മുഴുവൻ നടന്നത്? ഒരാളെ അറസ്റ്റ് ചെയ്ത. മാർച്ചിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, INTUC നേതാക്കളും നേതൃത്വം നൽകി. പോലീസുമായി തർക്കമുണ്ടായെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, പറവൂർ.